ഇവളെന്താ ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കാൻ? ഹലോ ടോണി, ആകെ പ്രശ്നമായി. എന്തു പറ്റി? നിന്റെ കല്യാണം ഉറപ്പിച്ചോ? അതല്ല, എന്റെ ഫോണിന്റെ ചേട്ടന്മാരെടുത്ത് നോക്കി. അവർ നമ്മൾ തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞു. എന്നിട്ട് എന്തു പറഞ്ഞു? അവരത് വലിയ കാര്യാക്കിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഇതെന്റെ ലവറാണ് ടോണി, കെട്ടാണെങ്കിൽ ഞാൻ അവനെ മാത്രമേ കെട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? അത് വേണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോഴാ ചേട്ടന്മാർക്ക് കൂടുതൽ ദേഷ്യമായത്. എന്നിട്ട് എന്ത് പറഞ്ഞു? പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ആര് പറഞ്ഞു പ്രശ്നമായില്ലാന്ന്? ഞാൻ സ്ട്രോങ് ആയി നിന്നു. എന്നെ പിന്തിരിപ്പിക്കാൻ പറ്റില്ലെന്ന് അവർക്ക് മനസ്സിലായി. അവസാനം ടോണിയെ തല്ലണമെന്ന് പറഞ്ഞ് അവർ ഇറങ്ങിയിട്ടുണ്ട്. ടോണിയുടെ നമ്പറൊക്കെ അവർ നോട്ട് ചെയ്തിട്ടുണ്ട്. ചേട്ടന്മാര് വന്നാ ടോണി കട്ടക്ക് നിന്നോളണം. എങ്കിൽ നമ്മുടെ കല്യാണം നടക്കും, എനിക്ക് ഉറപ്പാ. ഞാൻ ശ്രമിക്കാം. അല്ല, ഈ തല്ലൂന്നൊക്കെ വെറുതെ പറഞ്ഞായിരിക്കും അല്ലേ? അല്ലല്ല, പണ്ട് എനിക്ക് ലവ് ലെറ്റർ തന്ന ഒരാളെ തൃശ്ശൂർ റൗണ്ടിൽ കൂടെ ഓടിച്ചിട്ട് തല്ലിയിട്ടുണ്ട്, 4 റൗണ്ട്. അപ്പൊ ടോണി ഏത് നിമിഷം ചേട്ടന്മാര് തല്ലാനുള്ള പ്ലാനിൽ വിളിച്ച് കാണണമെന്ന് പറയും. തയ്യാറായി നിന്നോ, ഒരിക്കലും വിട്ടുകൊടുക്കരുത്. ഇല്ല. നീ വെക്കുവാണേ. ശരി. 4 റൗണ്ട്. അതിൽ നല്ലത് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്ന് തല്ലുകൊള്ളുന്നതാ. ഇവരെയൊക്കെ ഒഴിവാക്കാൻ നോക്കുമ്പോഴാണല്ലേ കർത്താവേ എല്ലാം കൂടി ഒന്ന് തലേ കയറുന്നത്. ഇവിടെ എവിടെ ഒരു സിം ഉണ്ടായിരുന്നില്ല. ഈ നമ്പർ യൂസ് ചെയ്ത പണി കിട്ടും. അണ്ണോ നമ്പറാണല്ലോ. മിക്കവാറും ഓന്മാർ തന്നെ ആയിരിക്കും. എടുക്കാതിരുന്ന എല്ലാം കൂടി ഇങ്ങോട്ട് വരും. എടുക്കുന്നതാ ബുദ്ധി. ഹലോ, ടോണി അല്ലേ? അതെ. അല്ല, അല്ലേ? ആ അതെ. ഞാൻ മീനയുടെ ചേട്ടനാണ്. എനിക്ക് ടോണി ഒന്ന് കണ്ട് സംസാരിക്കണമായിരുന്നു. ഇന്ന് താൻ ഫ്രീ ആണോ? ഏയ്, ഞാൻ ഫ്രീ അല്ല. ശരി, വെക്കട്ടെ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ ടോണി. എനിക്ക് തന്നെ ഇന്ന് കണ്ട് സംസാരിച്ചേ പറ്റൂ. നീ ഇന്ന് ഫ്രീ ആകണം. ഇല്ലെങ്കിൽ നിന്റെ അടുത്തേക്ക് ഞാൻ വരാം. അയ്യോ വേണ്ട, എവിടാന്ന് പറഞ്ഞാൽ മതി, ഞാൻ വരാം. എന്നാൽ രാവിലെ 11 മണിക്ക് പാലാരിവട്ടം ബൈപ്പാസിലുള്ള ജിമ്മിൽ നീ വരണം. വന്നേ പറ്റൂ. ഓക്കെ. ഇങ്ങനെ ഒരു ഗേൾ ഫ്രണ്ട് മതി മെഡിക്കൽ കോളേജിൽ ലൈഫ് ടൈം മെമ്പർഷിപ്പ് എടുക്കാൻ. നല്ല സ്ഥലത്തേക്കാണ് വിളിച്ചിട്ടുള്ളത്. കിട്ടിയോ? ഇല്ല, റിങ് ചെയ്യുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല. അവനിത് എവിടെ പോയി കിടക്കുക? ശരിയാ, സാധാരണ ഇങ്ങനെ ഉണ്ടാവാറില്ല. ആരോടും മിണ്ടാതെ പോവാറുമില്ല. എന്നും കോഫി ഷോപ്പിൽ നേരത്തെ എത്തുന്ന ആളാ. ഇന്ന് എന്ത് പറ്റി? എത്ര നേരമായി വിളിക്കാറിയോ? ഒന്ന് തിരിച്ചു വിളിക്കുക പോലും ചെയ്തില്ല. സുനിലിന് എന്തോ പറ്റിയിട്ടുണ്ട്. എന്ത് പറ്റാൻ? ചിലപ്പോ രണ്ടാമത് ആത്മഹത്യ ചെയ്ത് കാണും. രണ്ടാമതോ? അന്ന് ചെയ്തിട്ട് നടക്കാതെ പോയില്ലേ, അതിന്റെ വിഷമം അവന്റെ മുഖത്ത് ഇടയ്ക്കിടയ്ക്ക് കാണാം. അതിനെന്തിനാ അവൻ ആത്മഹത്യ ചെയ്യുന്നേ? ഇപ്പൊ അവന് ജോലി ഉണ്ടല്ലോ. ആത്മഹത്യ ചിലർക്കൊരു വീക്ക്നെസ്സാ. ഈ ആത്മഹത്യയാണ് എല്ലാത്തിനും പരിഹാരം എന്ന് ആലോചിക്കുന്നവർ ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. എല്ലാ ആത്മഹത്യ ചെയ്തു പോയി. സത്യം. ഒന്ന് മിണ്ടാതിരിക്കോ? ഞാൻ മിണ്ടായിരുന്ന സുനിൽ വരുമോ? നീ മിണ്ടായിരുന്ന നീരജ് വരുമെന്ന് മനസ്സിലായില്ലേ? ഓ, ഹായ് പാറു, ഹായ് ആനന്ദ്. ടോണി എവിടെ? ഇവിടെ വേറെ ആളെ കാണാതെ പോയിട്ട് കണ്ടുകിട്ടിയിട്ടില്ല. അപ്പോഴാണ് നിന്റെ ടോണിയെ കണ്ടുപിടിച്ചേരുന്നത്. വേറെ ആരെ കാണാതെ? സുനിലിനെ കാണാനില്ല. പിന്നെ ടോണി ഇവിടെ എത്തേണ്ട സമയമായിട്ടില്ലല്ലോ. സുനിൽ എവിടെ? നിനക്കിനി ആരെയും വേണോ? ആദ്യം ടോണി, ഇപ്പൊ സുനില്. എനിക്ക് ആണ്ട ടോണിയാ. പിന്നെ സുനിലിനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോ ഒന്ന് ചോദിച്ചേ ഉള്ളൂ. സുനിലിനെ രാവിലെ മുതൽക്ക് കാണാനില്ല. വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഒളിച്ചോടി പോയി കാണും. അതിന് അവന്റെ കൂടെ ഓടാൻ ആരെയും വേണ്ടേ? പറയാൻ പറ്റില്ല. ലോകത്തെ എല്ലാവിധ ആമ്പിള്ളേരെ പ്രേമിക്കാൻ ഓരോ പെമ്പിള്ളേരുണ്ടാവുമല്ലോ. ആദ്യം നമുക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും സംശയങ്ങൾ എഴുതാം. ഞാൻ പറയുന്നു സുനിൽ ആത്മഹത്യ ചെയ്തു. നീരജ, നീ പറയുന്ന അവൻ ഒളിച്ചോടി പോയിന്നല്ലേ? എടാ, ആത്മഹത്യ ചെയ്ത ആളെങ്ങനെ ഒളിച്ചോടി പോവാനാ? കറക്റ്റാ, ശരി കേട്ടോ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഗതിയാണ്. കാണാതായ ഒരാൾ. സുനിലിനെ ഞാൻ കണ്ടുപിടിക്കും, പിടിച്ചിരിക്കും. ഇന്ന് ഞാൻ ഇതിന്റെ പുറകെ. സുനിലിന്റെ തിരുദ്ധാനം. ഓ, തിരുദ്ധാനല്ല, തിരോധാനം. രണ്ടായാലും ആളെ കാണാനില്ലല്ലോ. ആളെ ഞാൻ കണ്ടുപിടിക്കും. അതിനു മുമ്പ് ടോണി എനിക്കൊന്ന് കാണണം. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അപ്പൊ ശരി പാറു, ബൈ. എനിക്കില്ലേ കഷ്ടം. ആ റോയ്ച്ച, ഇല്ല, ഇതുവരെ എത്തിയിട്ടില്ല. ഫോണും എടുക്കുന്നില്ല. ആ, അവിടെയോ? ആ ശരി, ഓക്കെ. റോഷൻ എന്ത് പറഞ്ഞു? റോയ്ച്ചൻ കുറച്ച് സ്ഥലം പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെയൊക്കെ പോയി നോക്കാൻ പറഞ്ഞു.
ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം. റോയ്ച്ചൻ കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്നാ പറഞ്ഞേ. ആ മനുഷ്യനെ പേടിപ്പിക്കാൻ ഞാൻ പേടിപ്പിച്ചല്ലോ, നിന്നെ വിളിച്ചതല്ലേ? ഇങ്ങനെയാണോ വിളിക്കുന്നത്? ഒരു ജീവൻ മരണ പ്രശ്നത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനുഷ്യന്റെ പാതി ജീവനം കൂടി. എന്താ പ്രശ്നം? ഒന്നുമില്ല, അത് പിന്നെ പറയാം. നീ എവിടെ നിന്ന്? ഞാൻ നിന്നെ അന്വേഷിച്ച് കോഫി ഷോപ്പിൽ പോയിരുന്നു. അപ്പോഴൊരു കാര്യം അറിഞ്ഞു. എന്താ? സുനിലിനെ കാണാനില്ല. നീ ടെൻഷൻ അടിക്കണ എന്തിനാ? കാണാതായത് സുനിലിനെ അല്ലേ? നമ്മുടെ സുനിലിനെ. അതിന്റെ ഒരു ടെൻഷനാണ്. അതിനിങ്ങനെ ടെൻഷൻ അടിക്കൂ? ഞാനിങ്ങനെ ഇരുന്ന് ടെൻഷൻ അടിക്കും, അതെന്റെ ഇഷ്ടം. പിന്നെ കോഫി ഷോപ്പിൽ എന്താ വിശേഷം? റോച്ചനുണ്ടോ അവിടെ? റോയ്സിനെത്തിയിട്ടില്ല. ആൻഡും പാറും സുനിലിനെ കാണാത്ത ടെൻഷനില്ല. അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതുറപ്പാ. എന്ത് സംഭവിക്കാൻ? അവനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. നീ നിന്റെ കരുനാക്കുളത്ത് വെറുതെ ഒന്നും പറയല്ലേ. ഞാൻ എന്തായാലും അതിന്റെ അന്വേഷണത്തിലാണ്. സുനിലിന്റെ മിസ്സിങ്ങും അതിന് പിന്നിലുള്ള സീക്രട്ടും ഞാൻ കണ്ടുപിടിക്കും. ഇങ്ങനത്തെ കുറ്റാന്വേഷണം എനിക്ക് ഭയങ്കര ഇഷ്ടാടാ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അവൻ ആരോടും പറയാതെ വല്ല സിനിമയ്ക്കും പോയതായിരിക്കും. നീ അതിനെ കുറിച്ചൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട. സിനിമയ്ക്കോ? ഇത്ര രാവിലെയോ? പോവോ ടോണി? ഏ എന്നാൽ ഈ സുനിൽ എന്ത് പരിപാടിയാ കാണിച്ചത്? റോയ്ച്ചന് സുനിലിന്റെ നാട്ടിലെ അഡ്രസ് അറിയോ? അതറിയില്ല. ഷേ, എന്താ റോയ്ച്ചത്? അതൊക്കെ ഒന്ന് വാങ്ങി വെക്കണ്ടേ? എവിടെയാന്ന് വെച്ചാൽ നമ്മൾ അവനെ അന്വേഷിക്കുക. അവനെ കുറിച്ച് ഒരു വിവരം നമ്മളുടെ ഇല്ല. അവന് വല്ലത് സംഭവിച്ചു കഴിഞ്ഞാൽ റോയ്ച്ചൻ കൊടുക്കും. ഞാൻ എന്തിനാ കൊടുക്കുന്നത്? പിന്നെ റോയ്ച്ചനല്ലേ അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? ഇത് റോയ്ച്ചന്റെ കോഫി ഷോപ്പ് അല്ലേ? ഇതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി റോയ്ച്ചന്റേതാണ്. എന്തെങ്കിലും നാളെ സംഭവിച്ചു കഴിഞ്ഞാൽ റോയ്ച്ചനാണ് സമാധാനം പറയേണ്ടി വരിക. ഓ അങ്ങനെ. അല്ല, ഇന്നലെ ഇവിടെ വല്ല പ്രശ്നങ്ങളുണ്ടായോ? ആരെങ്കിലും സുനിലിനെ ചീത്ത പറയോ മറ്റോ? സാധാരണ എന്നും പറയുന്നതാണ്, പക്ഷെ ഇന്നലെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി ചിലപ്പോ അതിന്റെ ഫീലിങ്സ് ആയിരിക്കും അവൻ പോയത്. തമാശയോട്. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും അവനെ പറഞ്ഞു കാണും. ഏതായാലും ഞാനും ആനന്ദും ഒന്നും ചെയ്തിട്ടില്ല. റോയ്ച്ചൻ അനിയനടുത്ത് ചോദിച്ചോക്ക്, ചിലപ്പോ അവൻ ചെയ്ത് കാണും. ഏയ്, അനു പോയ ശേഷം അവൻ പഴയ പോലെ ഒന്നുമല്ല. നന്നാവുന്നതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ടോണിയല്ലേ ആള്, കണ്ടറിയാം. ആ അതെ, സുനിൽ ഇന്നലെ പോയപ്പോ പ്രത്യേകിച്ച് വല്ലതും പറഞ്ഞോ? അതൊന്നും ഉണ്ടായിട്ടില്ല. റോയ്ച്ച, ആനന്ദ് ഇന്നൊരു സംശയം പറഞ്ഞായിരുന്നു. എന്തത്? അത് സുനിൽ ചിലപ്പോ സൂയിസൈഡ് ചെയ്ത് കാണുമെന്ന്. അവൻ അങ്ങനൊന്നും ചെയ്യൊന്നുമില്ല. ഇനി ചെയ്താണോ? സുനിലായതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അതും ശരിയാ. നമുക്കൊന്ന് പോലീസിൽ ഇൻഫോം ചെയ്താലോ? അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. അതെന്താ റോയ്ച്ച, അത് പറഞ്ഞപ്പോ ഒരു ഞെട്ടല്. ഞെട്ടലോ? എന്ത് ഞെട്ടല്? അതൊന്നുമില്ല. ഏതായാലും കുറച്ചു നേരം കൂടി നോക്കാം. ആനന്ദിനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നോക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടുന്ന് വല്ലതും കാണാതായിട്ടുണ്ടോ? സുനിൽ മോഷ്ടിക്കോ? ഒന്ന് നോക്കിയേക്കാം. വാ. സേഫിന്റെ താക്കോലും കാണാനില്ലല്ലോ. സുനിലിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് സാധാരണ ഇവിടെ വെച്ചിട്ടാ പോവാറ്. അതിനകത്തല്ല പൈസ അല്ല. അത് റോയ്ച്ച, അത് സുനിൽ എന്നെ എടുത്തു കാണും. അവനെന്തിനാ താക്കോല്? താക്കോലല്ല, സുനിൽ ആ സേഫിന്റെ പണം മുഴുവൻ എടുത്തിട്ട് അതാരും അറിയാതിരിക്കാൻ പൂട്ടിയിട്ട് പോയി കാണും. സുനിൽ കോഫി ഷോപ്പിൽ എത്തിയിട്ടുണ്ടോ വിളിച്ചു ചോദിക്കാൻ പറയാൻ വരുമായിരുന്നു. നീ എന്തിനാ ടെൻഷൻ അടിച്ചേ? അത് സുനിലിന്റെ പേര് കേട്ടപ്പോ. സുനിൽ എന്ന പേര് കേട്ടുമ്പോ ഞെട്ടാൻ അവനെന്താ ദാവൂദ് ഇബ്രാഹിം? നിന്റെ ഞെട്ടലിൽ എന്തോ പന്തികേട് മണക്കുന്നുണ്ടല്ലോ. അത് പന്തികേടിന്റെ അല്ല, എവിടെ കിടക്കുന്ന വേസ്റ്റിന്റെ. അവൻ നിന്റെ അറിവിൽ വല്ല ശത്രുക്കളും ഉണ്ടോ? ഇല്ല. കാമുകിമാർ? അതുമില്ല. അപ്പൊ പിന്നെ ആത്മഹത്യ ചെയ്തതാകാനാണ് വഴി. നിന്നോട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആറാൻ പറ്റുന്നതെന്ന് പറയരുതെന്ന്. എന്നാ ചിലപ്പോ അവൻ വല്ല പ്രശ്നം ഉണ്ടാക്കി മുങ്ങിയതായിരിക്കും. നിന്റെ റോയിച്ചിന് പണിയായടാ. ഒന്ന് നിർത്തുന്നുണ്ടാ നീ? അവനെ എനിക്കറിയാം. നീ ഓരോന്നും ചിന്തിച്ചു കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. അവൻ നല്ലവനാ. നിനക്കെന്താ സുനിലിനോട് പെട്ടെന്നൊരു സ്നേഹം? അത് എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട്. ഞാനതങ്ങനെ പുറത്ത് കാണിക്കുന്നില്ലാന്നേ ഉള്ളൂ. ഞാനങ്ങനെ പെൺപിള്ളേരോട് അങ്ങനെയല്ലല്ലോ. നിന്നോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നിനക്ക് വേറെ ഒരു പണിയില്ല. ഞാൻ പോവാ. എന്തായാലും നീ കോഫി ഷോപ്പിലേക്കല്ലേ, അവിടെ ആരുമില്ല. ഞാൻ എന്റെ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കട്ടെ. ഇത് കോഫി ഷോപ്പിന്റെ സേഫിന്റെ കീ അല്ലേ? ഇതെങ്ങനെ നിന്റെ ഒന്നും?
അയ്യോ അവിടെ ചെന്നപ്പോ ചുമ്മാ കറക്കാൻ എടുത്തതാ. സുനിലിനെ കാണാനില്ലാത്ത ടെൻഷനിൽ തിരിച്ചു വെക്കാൻ മറന്നുപോയി. ഇത് റോയിച്ചിനെ അറിഞ്ഞാ നിന്നെ ഇതുപോലെ എടുത്തിട്ട് കറക്കും. വേഗം തിരിച്ചെത്തിച്ചേ. ഇതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന ഇപ്പൊ ശരിയാവില്ല. നീ ഏതായാലും അങ്ങോട്ടേക്കല്ലേ, പ്ലീസ് ഇതൊന്നും അവിടെ വെക്കലാ പ്ലീസ്. ആ ശരി. ആ അപ്പൊ ശരിടാ. റോയിച്ചിനോട് പ്രത്യേകം പറഞ്ഞ എനിക്കൊരു അബദ്ധം പറ്റിയതാന്ന് കേട്ടോ. ശരി, ഞാൻ പറഞ്ഞേക്കാം. പിന്നെ റോയിച്ചിന് ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ നീ ഇതൊന്നും ചെന്ന് എഴുന്നള്ളിക്കണ്ട. ആരും കാണാതെ ഇതവിടെ വെച്ചാ മതി പ്ലീസ്. പോട്ടെ. ഇത് ഞാൻ ശരിയാക്കി തരാം. ശരിയാക്കി തരാടാ. സേഫ് കുത്തി പൊളിച്ചപ്പോൾ നിനക്കൊക്കെ സമാധാനമായില്ലേ? അതിൽ നിന്ന് പൈസ ഒന്നും പോയിട്ടില്ലല്ലോ. ശരിയാ, ഒരു പൈസ പോലും പോയിട്ടില്ല റോയ്ച്ച. നീയല്ലേ പറഞ്ഞോ പൈസ എടുത്ത് മുങ്ങിയായിരിക്കും. അത് ഞാനൊരു സംശയം പറഞ്ഞല്ലേ. റോയ്ച്ചനും പറഞ്ഞില്ലേ ഒരു സംശയം? ഇപ്പൊ സേഫിന്റെ പൂട്ട് പൊളിച്ചത് കേടുവരുത്തിയപ്പോ തീർന്നല്ലോ എന്ന സംശയം. ആ പാവത്തിന് വെറുതെ സംശയിച്ചു. ഇവിടെ എങ്ങാനും ഒന്നും പോയിട്ടില്ല. പക്ഷെ എന്നാലും ആ സേഫിന്റെ കീ എവിടെ പോയി? റോയിച്ച, സേഫിന്റെ കീ. നീ ഇതുമായിട്ട് അവിടെ പോയതാണാ? ഞങ്ങളിവിടെ സേഫ് കുത്തി തുറന്നിട്ടിരിക്കുക. അയ്യോ റോയിച്ച, ഇത് ഞാൻ നീരജിന്റെ അടുത്ത് നിന്ന് വാങ്ങിക്കൊണ്ട് വന്നത്. നീരജിന് എന്തിനാണ് ഇവിടുത്തെ കീ? അവനിവിടെ രാവിലെ വന്നപ്പോ അറിയാണ്ട് മാറിയെടുത്താ. ആകെ പ്രശ്നമുള്ളെന്ന് ഞങ്ങൾ വിചാരിച്ച് സുനിൽ സേഫിൽ നിന്ന് പൈസ മോഷ്ടിച്ചാണോ? ഏയ് ഇല്ല റോയിച്ച, സുനിൽ അങ്ങനെ ഞാൻ ചെയ്യത്തില്ല. ആട്ടെ, സുനിലുമായിട്ട് നീ വല്ല പ്രശ്നം ഉണ്ടായോ? ഇല്ല. റോയിച്ചനോട് ആരും പറഞ്ഞു? അതിപ്പോൾ എന്നോട് ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? നിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇപ്പം എന്തോ പ്രശ്നമുണ്ടല്ലോ. അല്ല, ഈ ഇല്ലാത്ത കാര്യം ആരാ റോയിച്ചനോട് പറഞ്ഞതെന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. ഞാനൊരു എത്തുമ്പിടിയും കിട്ടുന്നില്ലല്ലോ. റോയ്ച്ച, ദേ സുനിലിന്റെ പേഴ്സ്. ഞാൻ പോവുകയാണ്. ആരും എന്നെ അന്വേഷിക്കരുത്. എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ല. ഈ ലോകം എന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. എൻ്റെ മരണവിവരം അറിയുമ്പോൾ ആരും കരയരുത്. ആ ഒരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. സ്നേഹത്തോടെ, സുനിൽ. കണ്ടോടാ, ഇത് കണ്ടോടാ അവൻ്റെ സ്നേഹം. സ്വന്തം അനിയനായ നിന്റെ പേഴ്സിലുണ്ടോടാ എൻ്റെ ഫോട്ടോ? അതാണ് സുനിൽ. ആ പാവത്തിനെ നിങ്ങൾ ആരെങ്കിലും തിരിച്ച് സ്നേഹിച്ചിട്ടുണ്ടോ? സംസാരിച്ചു നിൽക്കാതെ പോയി ഒന്ന് അന്വേഷിക്കും റോയ്ച്ച. അയ്യോ, ദേ സുനിൽ. ദേ രണ്ടാം തവണയും ആത്മഹത്യയിൽ തോറ്റിട്ട് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം നീ എങ്ങനെ ആത്മഹത്യ ചെയ്യാനാ നോക്കി? ഞാൻ ആത്മഹത്യ ചെയ്യാൻ നോക്കിയതല്ല. പിന്നെ നിന്റെ പേഴ്സിൽ നിന്ന് കിട്ടിയ ഈ കത്തന്നടാ? അത് ഞാൻ കഴിഞ്ഞ തവണ എഴുതി വെച്ച ആത്മഹത്യാ കുറിപ്പാ. പിന്നെ നിനക്കിപ്പോ എന്താ പറ്റിയത്? ടോണി ഒന്ന് നിന്നേ. ചോദിച്ച എല്ലാത്തിനും കാരണം ഈ ടോണിയാ. രാവിലെ കോഫി ഷോപ്പിലേക്ക് വരായിരുന്ന എന്നെ പിടിച്ച് ഒരു ജിമ്മിലേക്ക് അയച്ചു. അവിടെ ചെന്നിട്ട് ടോണിയാണെന്ന് പറയാൻ പറഞ്ഞു. എന്നിട്ട് അത് പറഞ്ഞതും ധോണിയുടെ ഹെലികോപ്റ്റർ ഷോട്ട് പോലെ ഒരു അടിയാവുന്നത്. പിന്നെ അവിടെ ഉള്ള ജിമ്മന്മാരെല്ലാം എൻ്റെ ദേഹത്തെ എക്സസൈസ് ചെയ്ത്. ടോണിയുടെ പതിവില്ലാത്ത സ്നേഹം കണ്ടപ്പോഴേ എനിക്ക് അപകടം മണത്തതാ. പുതിയ ടീഷർട്ടൊക്കെ തന്ന് എന്നെ ഒരുക്കി വിട്ടത് അടി വാങ്ങാനായിരുന്നല്ലേ. അവരെന്തിനാ തല്ലിയത്? അവരവരുടെ പെങ്ങളുടെ പുറകെ ടോണി നടന്നെന്നും പറഞ്ഞായിരുന്നു. പിന്നെ അവിടെ അഡ്മിഷൻ എടുക്കാൻ വന്നവരൊക്കെ അടിച്ചിട്ട് പോയി. എന്താണത്? സത്യമായിട്ടും എനിക്കറിയത്തില്ല റോയിച്ച. എന്നോട് അവിടെ വരെ ചെല്ലാൻ പറഞ്ഞു. എനിക്ക് വേറെ ഇടത്ത് പോകാനുള്ളതുകൊണ്ട് ഞാൻ സുനിലിനെ പറഞ്ഞു വിട്ടതാ. നല്ലോണം കിട്ടിയല്ലേ? ആ, ഇവിടെയാണ് അവന്മാര് ബൈസെപ്സിന്റെ മസിൽ ടെസ്റ്റ് ചെയ്ത്. ടോണി, എന്തായാലും ഇത് ഇച്ചിരി കൂടിപ്പോയി. ഞാൻ എങ്ങനെ അറിയാനാ റോയിച്ച അവന്മാര് തല്ലാനാ വിളിച്ചത്? ഒരാൾ ഫോൺ വിളിച്ചിട്ട് നിങ്ങളെ തല്ലാനുണ്ട് ഒന്ന് വരൂ എന്നാരെയും ചോദിക്കൂ. പണ്ടങ്ങുള്ള റിലേഷന്റെ പേരല്ല ഇപ്പോ വിളിച്ചിട്ട് തല്ലിയത്. ടോണി അറിയാതെ ചെയ്താ റോയി സാറേ. എന്നാലും കൊള്ളണ്ട ഭാഗ്യം എനിക്കായിരുന്നു. പോട്ടെ. റോയ്ച്ചൻ എന്താ പറഞ്ഞേ? ടോണി ആളാകെ മാറിയെന്നല്ലേ? എന്നാലും ടോണി, നീ ഇന്നലെ ചെയ്ത ഒട്ടും ശരിയായില്ല. പിന്നെ തല്ല് കിട്ടുമെന്ന് ഉറപ്പുള്ളിടത്തേക്ക് നേരിട്ട് കറിച്ചല്ല എനിക്ക് വട്ടല്ലേ. അതിപ്പോഴത്തെ വല്ല റിലേഷൻ ആയിരുന്നെങ്കിലും വേണ്ടില്ലായിരുന്നു. അതങ്ങനെ അല്ലല്ലോ. എന്നാലും സുനിലിനെ വിടണ്ടായിരുന്നു.
ആ അപ്പൊ അടുത്ത തവണ തൊട്ട് നിന്നെ വിടാം. നീ അതും ചെയ്യോടാ, എനിക്കറിയാം. ഇതിനൊക്കെ ഒരു മറുപടി നിനക്ക് കിട്ടിയിരിക്കോടാ, ഉറപ്പാ. എടാ നീരജ്, ഇന്നലെ ആ കീട പ്രശ്നത്തില് റോഹിച്ചിന് നിന്നെ തല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. ഓ. പിന്നെ ഒരു വിധത്തില് ഞാൻ പറഞ്ഞിട്ടാ സോൾവ് ആക്കിയത്. ഓ ഹലോ, ടോണി അല്ലേ? അതെ ടോണി ഐസക്. അതെ. ടോണി, ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഹോട്ടൽ സീ പാലസിൽ ഒന്ന് വരണം. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താ കാര്യം? അത് സർപ്രൈസ് ആണ്. എന്താ, വരാൻ ബുദ്ധിമുട്ടുണ്ടോ? അത് ടോണിയുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും. കാര്യമൊക്കെ ഇവിടെ എത്തിയിട്ട് പറയാം. വന്നേ പറ്റൂ. അപ്പൊ മറക്കണ്ട, 5 മണി. ആ നിന്റെ നാക്കൊരു സംഭവമാട്ടാ. എന്നാലും ഇത്ര പെട്ടെന്ന് പണി വരുമെന്ന് വിചാരിച്ചില്ല. കർത്താവേ, ഇതിന് ഏത് പെണ്ണിന്റെ ആങ്ങളാണ് അവ വിളിച്ചത്? ഇത് പടി സീസൺ ആണല്ലോ. എങ്ങോട്ടേക്കാ വിളിച്ചേ? ഹോട്ടൽ സീ പാലസ്, വൈകുന്നേരം 5 മണിക്ക്. നീ പോകുന്നുണ്ടോ? പിന്നെ എന്റെ പട്ടി പോകും. സുനില് എടാ വേണ്ടടാ, ഇനി അവനെ തല്ലു വിളിക്കണ്ട. ഇന്നലത്തെ അടിയുടെ ക്ഷീണം തന്നെ മാറിയിട്ടില്ല. എടാ അതുകൊണ്ടാ അവനെ തന്നെ പറഞ്ഞു വിടുന്നത്. അവന്റെ ദേഹത്ത് ഈ അടിയുടെ പാടുകളൊക്കെ ഉണ്ടല്ലോ. ചിലപ്പോ ഇനി അത് കണ്ടിട്ട് അവർക്ക് സിമ്പതി തോന്നിയിട്ട് വെറുതെ വിട്ടാലോ. എടാ ഞാൻ പിന്നെയും പറയാം, ഇത് ശരിയല്ല. എനിക്കറിയാം എന്ത് ചെയ്യണോ. ഉം. നീ ഉണ്ടായിരുന്നാ മതി. ഓ സുനിലേ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയടാ. ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് വിഷമിച്ചു. ഞാൻ കാരണം നിനക്ക് ഈ അടിയെല്ലാം കൊള്ളേണ്ടി വന്നത്. പോട്ടെ ടോണി, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ടോണി അറിയാതെ ചെയ്തല്ലേ, ഒക്കെ കഴിഞ്ഞില്ലേ? ഇല്ലടാ, എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. അതൊന്നും വേണ്ട ടോണി. വേണം. എന്റെ വിഷമം മാറ്റാണെങ്കിലും നീ സമ്മതിക്കണം. ടോണി ഇങ്ങനെയൊക്കെ പറയുമ്പോ ശരി, ടോണിയുടെ ഇഷ്ടം. നീ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഹോട്ടൽ സീ പാലസിൽ പോയിട്ട് നീ ടോണിയാണെന്ന് പറയണം. ഇന്നലെ ഒരു തവണ പറഞ്ഞ പോരെ, ഇനിയും വേണോ? ഇതങ്ങനെയല്ല, ഇതെന്റെ ഒരു പ്രായശ്ചിത്തമാണ്. ഇത് വേറൊരു കാര്യം, നീ സമ്മതിക്കണം. എന്താ അവിടെ? അതൊക്കെ ഉണ്ട്, ഒരു സർപ്രൈസാ. സർപ്രൈസ് അടിയായിരിക്കും. ഉണ്ടായിരടാ, നീ പോണം. പോയില്ലെങ്കിൽ നീ എന്നോട് ദേഷ്യം മനസ്സ് സൂക്ഷിക്കുകയാണെന്ന് ഞാൻ കരുതും. അതൊന്നുമില്ല. അപ്പൊ നീ പോണം. ഈ ദിവസം നിന്റെ ജീവിതത്തിൽ മറക്കാനാകാത്തൊരു ദിവസമായിരിക്കും. ഇന്നലെ മറക്കാനാവാത്തൊരു ദിവസമായിരുന്നു, അത് മറക്കണ്ട. എന്റെ ടോണി എനിക്ക് വിശ്വാസമാണ്. എന്നാ വിശ്വാസം വെച്ച് സോറി. ശരി, ഒന്നുകൂടെ പ്ലാസ്റ്റർ ഇടേണ്ടി വരുമോ? നിനക്ക് ഞാൻ തരണം. അത് പിന്നെ അവൻ ആ എന്തായി കാണുമോ എന്തോ. 9 മണിയായി. അവന്മാരവനെ ഇടിച്ചുരുട്ടി കാണും. മിണ്ടരുത്, നിന്നോട് ഞാൻ പറഞ്ഞാണ് അവന് വീണ്ടും പണി കൊടുക്കരുതെന്ന്. അവനെ ഇങ്ങനെ കൊല്ലാക്കൊല്ലയാ നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ? അതൊക്കെ ഒരു തമാശയല്ലടാ. തമാശ. അവസാനം നീയാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞേ അവൻ ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചിട്ടേ അങ്ങ് മരിക്കും. അവൻ നല്ല സന്തോഷത്തിലാണല്ലോ. എന്റെ ടോണി, ടോണി എന്റെ ദൈവ, ടോണി എന്റെ ദൈവ. ടോണി ഇങ്ങനെ ഒരു പ്രായശ്ചിത്തം ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇപ്പൊ മനസ്സിലായില്ലേ എന്റെ സ്നേഹം? ടോണി ലോകത്തിൽ ആരും ചെയ്യാത്ത കാര്യ ചെയ്തേ. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. എന്താണ് നടന്നു ചോദിക്കടോ. അല്ല സുനിലെ, എന്തായിരുന്നു പരിപാടി? എനിക്ക് പറയാൻ വയ്യ. ടോണി അന്നൊരു ഡ്രസ് എടുത്തപ്പോ ഒരു നറുക്കെടുപ്പ് ഉണ്ടായിരുന്നില്ലേ, അത് അടിച്ചു. സിനിമാ നടി അംബിക ബാലന്റെ ഒപ്പം ഒരു ഡിന്നർ. എനിക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങളിതേ ഇങ്ങനെ ഇരുന്നേ. ഇങ്ങനെ ഒരു ഭാഗ്യം ആരെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കൂ? നീരജ് എന്താ പറഞ്ഞത്? വീണ്ടും അടി തരാൻ പറഞ്ഞു വിടുന്നു. ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ, ടോണി സാറിന് എനിക്ക് വിശ്വാസ. ദേ ഫോട്ടോയൊക്കെ ഉണ്ട്. ടോണി ഇരിക്കേണ്ട സ്ഥലത്താ ഞാൻ. നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. ഞാൻ പോയി ഈ ഫോട്ടോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കട്ടെ. ഇങ്ങോട്ട് താഴെ തടിയാ ടോണി. ഇതാ പറയുന്നത് പണി പാമ്പായും പട്ടിയായും അംബിക ബാലനായിട്ട് വരുമെന്ന്. നിനക്ക് ഇത് തന്നെ വേണം. അയ്യോ, ആരുമില്ല ഇതെനിക്ക് പറഞ്ഞു ചിരിക്കാൻ.